നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ മലയോര പട്ടയമേള മരോട്ടിച്ചാൽ പള്ളി ഹാളിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്റ്റാഫ് ഫിക്സേഷൻ കഴിഞ്ഞുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. കോർപ്പറേഷൻ മാലിന്യ സംസ്കരണത്തിനായി പുറത്തിറക്കുന്ന 2 വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് മേയർ MK വർഗീസ് നിർവഹിച്ചു. കല്ലമ്പാറയിൽ ക്ഷീരവികസന സെമിനാറും കന്നുകാലി പ്രദർശനവും നടന്നു. വാർത്തകൾ വിശദമായി. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ മലയോര പട്ടയമേള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മരോട്ടിച്ചാൽ പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. 4 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 2.25 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി കെ രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 2011-16 കാലയളവിൽ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ 18 പട്ടയങ്ങൾ വിതരണം ചെയ്ത സ്ഥാനത്ത് 2021 മുതലുള്ള കാലയളവിൽ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ വനമേഖലയിൽ മാത്രം 2261 പട്ടയങ്ങൾ വിതരണം ചെയ്യാനായതായി മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ സർക്കാർ അധികാരം ഒഴിയുന്നതിന് മുൻപ് 5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് ഡിജിറ്റൽ റീസർവേ നടപടികളടക്കം വിവിധ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ റവന്യൂ വകുപ്പ് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ടെന്നും തൃശൂർ ജില്ലയിൽ കാലപ്പഴക്കം കൊണ്ടും നിയമപരമായ പ്രശ്നങ്ങൾ കൊണ്ടും സങ്കീർണത നിറഞ്ഞതായിരുന്നു വനഭൂമി പട്ടയ പ്രശ്നങ്ങൾ. മലയോര മേഖലയിലെ ജനങ്ങളുടെ പട്ടയ വിഷയത്തിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയതിന്റെ ഫലമായി തയ്യാറായ ഒല്ലൂർ മണ്ഡലത്തിലെ മലയോര കുടിയേറ്റക്കാർക്കുള്ള പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ 7 വില്ലേജുകളിൽ നിന്നായി 153 പട്ടയങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. പീച്ചി വില്ലേജിൽ 45 പട്ടയങ്ങളും, മാന്നാമംഗലം വില്ലേജിൽ 27 പട്ടയങ്ങളും, കൈനൂർ വില്ലേജിൽ 27 പട്ടയങ്ങളും, പാണഞ്ചേരി വില്ലേജിൽ 26 പട്ടയങ്ങളും, മാടക്കത്ര വില്ലേജിൽ 21 പട്ടയങ്ങളും, പുത്തൂർ വില്ലേജിൽ 6 പട്ടയങ്ങളും, മുളയം വില്ലേജിൽ 1 പട്ടയവുമാണ് വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MN രാജേഷ്, TS മുരളീധരൻ, ജോസ് മുതുക്കാട്ടിൽ, AV കുര്യൻ, ജോസൂട്ടി, സബ് കളക്ടർ അഖിൽ V മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ആദ്യം 1/6/2021 നമ്മുടെ 342 വനഭൂമി പട്ടയങ്ങൾ വിതരണം ചെയ്തു. 14/5/2022 പട്ടയങ്ങളിൽ വീണ്ടും 449 പട്ടയങ്ങൾ വിതരണം ചെയ്തു. 10/9/2023 പട്ടയമാണെങ്കിൽ 341 പട്ടയങ്ങൾ വിതരണം ചെയ്തു. 14/5/2023 വേളയിൽ 42 പട്ടയങ്ങൾ വിതരണം ചെയ്തു. 5/12/2023 പട്ടയമേളയിൽ 199 പട്ടയങ്ങൾ വിതരണം ചെയ്തു. 2024 പട്ടയമേളയിൽ 21 പട്ടയങ്ങൾ, 2024 തന്നെ 9-ാം മാസം നടത്തിയ പട്ടയമേളയിൽ 55 പട്ടയങ്ങൾ, ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്യുന്ന 153 പട്ടയങ്ങൾ. 2013 മുതൽ 16 വരെയുള്ള കാലയളവിൽ നമുക്ക് കേവലം 18 പട്ടയങ്ങളെ വിതരണം ചെയ്യാൻ കഴിയുള്ളൂ എങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് പ്രിയപ്പെട്ടവരെ ഉൾപ്പെടെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ വനമേഖലയിൽ മാത്രം 2261 പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ പട്ടയമേളയെ അഭിസംബോധന ചെയ്യുന്നത്. പ്രശ്നങ്ങൾ തീർന്നില്ല, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി നമുക്ക് LA നമ്പർ 1 ഓഫീസിൽ 254 ഫയലുകൾ തീർപ്പാക്കാനുണ്ട്. 254 ഫയലുകൾ തീർപ്പാക്കിയാൽ അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് കൂടി പട്ടയം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകും. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് പത്രങ്ങളിൽ വാർത്ത കൊടുത്തതുപോലെ കേന്ദ്രത്തിൽ നിന്ന് അനുമതി കിട്ടിയിട്ടുള്ള ഭൂമി കൊടുക്കാതിരിക്കുന്ന നടപടിയല്ല. പക്ഷേ 452 കേന്ദ്രം അനുവദിച്ച ആളുകൾ രേഖകളുമായി എത്തുന്നില്ല എന്ന പ്രശ്നം നമ്മുടെ മുമ്പിൽ. 452 ഫയലുകൾ അനുവദിച്ചത് എൻ്റെ അച്ഛൻ്റെയോ പേരിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പട്ടയത്തിന് വേണ്ടി കണക്ക് കൂട്ടുന്നവരാണ്
ഈ രേഖയിൽ പേരുണ്ടാകും. എനിക്ക് തോന്നുന്നു 6 തവണ നമ്മുടെ നിവേദനങ്ങളിൽ ഇത് പൊതുവായി പ്രവർത്തിച്ചു. കേരള പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്റ്റാഫ് ഫിക്സേഷൻ കഴിഞ്ഞുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ജോസഫ് ടാജറ്റ്. KPSTA നടത്തിയ DD ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷകരെന്ന് മേനി നടിക്കുമ്പോഴും ജോലി നഷ്ടപ്പെട്ട് പുറത്തുപോകുന്ന അധ്യാപകരുടെ എണ്ണം കൂടുതലാണ്. ഇവർക്ക് തൊഴിൽ സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാകണം. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ടീച്ചേഴ്സ് ബാങ്കിൽ 2015 ശേഷം പുറത്തുപോകുന്ന അധ്യാപകനെയും ഉൾക്കൊള്ളണം. പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന ഇടത് സർക്കാർ നയങ്ങൾക്കെതിരെ KPSTA വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് DD ഓഫീസിലേക്ക് കനത്ത മഴയത്തും ആയിരക്കണക്കിന് അധ്യാപകർ അണിനിരന്ന അധ്യാപക പ്രകടനം ഉണ്ടായിരുന്നു. എല്ലാ അധ്യാപകർക്കും നിയമന അംഗീകാരവും ജോലി സംരക്ഷണവും ഉറപ്പാക്കുക, നിഷേധിച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ ലഭ്യമാക്കുക, കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, 9-10 ക്ലാസുകളിൽ 1:40 അനുപാതം നടപ്പിലാക്കുക, അശാസ്ത്രീയമായ സമയമാറ്റം പിൻവലിക്കുക, ഉച്ചഭക്ഷണ തുക വർദ്ധിപ്പിക്കുക, ആലോചനയില്ലാതെ പ്രഖ്യാപിച്ച മെനു പുനഃപരിശോധിക്കുക, IED ഉള്ള മുഴുവൻ കുട്ടികളെയും പരിഗണിച്ച് തസ്തികകൾ നിർണ്ണയിക്കുക, ജീവനക്കാർക്കും അധ്യാപകർക്കും വിശ്വാസയോഗ്യമായ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, മുഴുവൻ പ്രീ പ്രൈമറി അധ്യാപകർക്കും ആയമാർക്കും തസ്തികയും ആനുകൂല്യവും അനുവദിക്കുക, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പിൻവലിക്കുക, HSS VHSE മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപക തസ്തിക എല്ലാ വിദ്യാലയങ്ങളിലും സൃഷ്ടിക്കുക, നാഷണൽ അംഗീകാരം ലഭിച്ചവരുടെ മുഴുവൻ ആനുകൂല്യങ്ങളും അനുവദിക്കുക, ബ്രോക്കൺ സർവീസ് പെൻഷന് പരിഗണിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KPSTA പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ശ്രീ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് പാറപ്പുറത്ത് സ്വാഗതവും ജിതേഷ് പിനു നന്ദിയും പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കനത്ത മഴയിൽ തകർന്ന മരോട്ടിച്ചാൽ മാന്നാമംഗലം റൂട്ടിലെ വഴിനടച്ചിറ പാലം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ സന്ദർശിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം സ്ഥലത്തെത്തി. പാലം നിർമ്മാണത്തിനായി കിഫ്ബി അനുമതിയോടുകൂടി KRFB ടെൻഡർ നടപടികൾ ഉടൻ സ്വീകരിക്കാനും താൽക്കാലികമായി പ്രദേശം പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുന്നതിനാവശ്യമായ പണം പുത്തൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിക്കും. അതിനായി DPC അനുമതി നൽകും. മലയോര ഹൈവേയുടെ പ്രവൃത്തികൾ ഏറ്റവും വേഗത്തിൽ ആരംഭിക്കാനും വിലങ്ങന്നൂർ മുതൽ പുളിഞ്ചോട് വരെയുള്ള പ്രദേശത്ത് എസ്റ്റിമേറ്റ് തയ്യാറായി ടെൻഡർ നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നും മന്ത്രി അറിയിച്ചു. തുടർച്ചയായി ഒരുപാട് ദൂരം മലയോര ഹൈവേ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയാൽ ആ പ്രദേശം ഉപേക്ഷിച്ച് ബാക്കി പ്രദേശങ്ങളിൽ മുൻഗണനാ അടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ വിലങ്ങന്നൂരിൽ മലയോര ഹൈവേ തുടങ്ങുന്ന ഭാഗം മുതൽ ഭൂമി വിട്ടുതരാതെ ഇത് മുടക്കാൻ ശ്രമിക്കുമ്പോൾ വഴിനടച്ചിറ പാലം ഉൾപ്പെടെയുള്ള റോഡ് അപകടാവസ്ഥയിലാണെന്നും മന്ത്രി പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ ആസ്തിയുള്ള സ്ഥലത്ത് മലയോര ഹൈവേയുടെ നിർമ്മാണം നടത്തുകയാണെങ്കിൽ അത് ഗുണകരമാകുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി ഭൂരിപക്ഷം ഉടമകളും ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്നും ബാക്കിയുള്ള ചെറിയ തർക്കങ്ങൾ പരിഹരിക്കാൻ MLA ഉൾപ്പെടെ ഇടപെട്ട് ശ്രമം നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തുടർച്ചയായ മഴ പീച്ചി ഡാം ഷട്ടറുകൾ കൂടുതൽ ഉയർത്തു. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകളും നിലവിൽ 8 ഇഞ്ച് തുറന്നിട്ടുണ്ട്. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ തുടർച്ചയായി മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി 4 ഷട്ടറുകളും കൂടുതൽ ഉയർത്തും. ഞായറാഴ്ച രാവിലെ 8 മുതൽ ഘട്ടം ഘട്ടമായി 4 ഇഞ്ച് കൂടി ഉയർത്തും. ഇതുമൂലം മണലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് പരമാവധി 20 സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തൃശൂർ കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ 2 വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് മേയർ MK വർഗീസ് നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ മാലിന്യ സംസ്കരണത്തെ ഇൻഡോർ സിറ്റിക്കൊപ്പം എത്താൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 2025 GFC റേറ്റിംഗ് ലഭിക്കുകയും റാങ്കിൽ രാജ്യത്ത് 333 സ്ഥാനത്ത് നിന്നും 58 സ്ഥാനത്തേക്ക് മുന്നേറുകയും ചെയ്തു. ഇത് നിലനിർത്തി പോകേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതും കോർപ്പറേഷന്റെ കടമയാണ്. മാലിന്യ സംസ്കരണത്തിനായി 2 വാഹനങ്ങൾ കോർപ്പറേഷൻ സജ്ജമാക്കിയിരുന്നു. ഇതിന്റെ ഫ്ളാഗ് ഓഫ് കോർപ്പറേഷൻ അങ്കണത്തിൽ വെച്ച് മേയർ MK വർഗീസ് നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, സെക്രട്ടറി ഷിബു VP, ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. താണിക്കുളം UP സ്കൂൾ കലാമേളയിൽ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിച്ച് വിദ്യാർത്ഥികൾ. പാഠ്യേതര വിഷയങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമാണ്.
അക്കാദമിക വിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും സ്കൂളിലെ വിദ്യാർത്ഥികൾ കലാമേളയിലൂടെ കഴിവുകൾ പ്രകടിപ്പിച്ചു. താണിക്കുടം UP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ വർഷത്തെ കലാമേളയിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഭരതനാട്യം, നാടോടി നൃത്തം, നാടൻപാട്ട്, സംഘനൃത്തം, ഫാൻസി ഡ്രസ്സ് തുടങ്ങിയ വിവിധ ഇനങ്ങളിലാണ് കുട്ടികൾ പങ്കെടുത്തത്. താണിക്കുടം LP സ്കൂളിൽ LP വിഭാഗത്തിൽ കലാതിലകമായി അനന്യകയെയും കലാപ്രതിഭയായി ശ്രീതീഷിനെയും തെരഞ്ഞെടുത്തു. UP വിഭാഗത്തിൽ കലാതിലകമായി ആത്മിക സന്ദീപിനെയും കലാപ്രതിഭയായി അതിദേവിനെയും തെരഞ്ഞെടുത്തു. കലാമേളയിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഹെഡ്മിസ്ട്രസ്, PTA പ്രസിഡന്റ് ജിൻഡോ കുര്യൻ, അധ്യാപകർ തുടങ്ങിയവർ വിതരണം ചെയ്തു. റോഡ് സുരക്ഷയെക്കുറിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി കേരള അൾട്രാ റണ്ണേഴ്സ് എന്ന ഓട്ടക്കാരുടെ കൂട്ടായ്മ, എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ, ഫോർട്ട് റണ്ണേഴ്സ് പാലക്കാട് എന്നീ റണ്ണേഴ്സ് ഗ്രൂപ്പുകളുടെ സഹകരണത്തോടെ അൾട്രാ മാരത്തോൺ സംഘടിപ്പിക്കുന്നു. തൃശൂർ മുതൽ പാലക്കാട് വരെ 63 കിലോമീറ്റർ നീളുന്ന അൾട്രാ മാരത്തോണാണ് സംഘടിപ്പിക്കുന്നത്. പാലക്കാട് കോസ്മോസ് ക്ലബിന്റെ സഹകരണവും ഇവർക്കുണ്ട്. ജില്ലാ ഭരണാധികാരികളുടെയും പോലീസ് അധികാരികളുടെയും പ്രമുഖ സംഘടനകളുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് കേരളത്തിലെ പ്രഗത്ഭരായ ഓട്ടക്കാർ പങ്കെടുക്കുന്ന അൾട്രാ മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ജൂലൈ 27 വെളുപ്പിന് 4 മണിക്ക് തൃശൂരിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തോൺ 2 മണിയോടെ പാലക്കാടെത്തും. തുടർന്ന് പാലക്കാട് കോസ്മോസ് ക്ലബിൽ സമാപന സമ്മേളനം നടക്കും. 30ഓളം പേർ പങ്കെടുക്കുന്നതിൽ 30 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള സ്ത്രീകളടക്കമുള്ളവരാണ് ഓടുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്മഥൻ MV, നന്ദകുമാർ, പോൾ മാളിയേക്കൽ, ശ്രീനിതിൻ S, റിമോൻ ആന്റണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ക്ഷീരവികസന വകുപ്പും വടക്കാഞ്ചേരി ബ്ലോക്കിലെ ക്ഷീരസംഘങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച ക്ഷീരസംഗമം തെക്കുംകര അനന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തോടെ സമാപിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചുറ്റിലപ്പള്ളി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകനെ ആദരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് KV നഫീസ അധ്യക്ഷയായി. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ ഡയറി ക്വിസ് മത്സരങ്ങളിൽ ജീവനക്കാരുടെയും കർഷകരുടെയും സമ്മാനാർഹർക്ക് സമ്മാനം വിതരണം ചെയ്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് എന്നിവർ വിവിധ പഞ്ചായത്തുകളിലെ വിവിധ ക്ഷീരസംഘങ്ങളിൽ പാലളന്ന മികച്ച ക്ഷീര കർഷകർക്കുള്ള അവാർഡ് വിതരണം ചെയ്തു. കന്നുകാലി പ്രദർശനത്തിൽ വിവിധ തരത്തിൽ സമ്മാനാർഹരായവരെ സർക്കിൾ സഹകരണ യൂണിയൻ പേഴ്സൺ NK പ്രമോദ്, വടക്കാഞ്ചേരി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ബ്ലോക്ക് അംഗം VC ബിനോജ് മാസ്റ്റർ എന്നിവർ ആദരിച്ചു. ബ്ലോക്കിലെ മികച്ച SC കർഷകരെ മിൽമ എറണാകുളം റീജിയണൽ ചെയർപേഴ്സൺ CN ശ്രീവത്സൻ പിള്ള ആദരിച്ചു. കുട്ടികൾക്കായി നടത്തിയ ചിത്രരചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കേരള ഫീഡ്സ് ചെയർപേഴ്സൺ K ശ്രീകുമാർ നിർവഹിച്ചു. കല്ലമ്പാറ ക്ഷീരസംഘം പ്രസിഡന്റും വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ CV സുനിൽകുമാർ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കല്ലമ്പാറ ക്ഷീരസംഘം സെക്രട്ടറിയുമായ E ഉമാലക്ഷ്മി, തെക്കുംകര വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ PR രാധാകൃഷ്ണൻ, ക്ഷീരവികസന ഓഫീസർ A സുരേഷ് കുമാർ, വിവിധ ക്ഷീരസംഘങ്ങളിലെ പ്രസിഡന്റുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്ഷീരോത്പാദകർ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ മറ്റ് പല ഉല്ലാസങ്ങളും അതുപോലെ തന്നെ സാധ്യതകളും ആസ്വദിക്കേണ്ടതിന് പകരം ഉപജീവനവും ഒപ്പം തന്നെ പശുക്കളെ പരിപാലിക്കലുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ മതിയായ വരുമാനം അതിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ആ രംഗത്ത് നിന്ന് ചെറിയ ചെറിയ യൂണിറ്റുകളില്ലാതെയാകുന്ന നില ഉണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രോത്സാഹനങ്ങൾ ഈ കാര്യത്തിൽ വിവിധ നിലയിൽ രൂപപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കിടാരി സംരക്ഷണമായാലും അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ നൽകുന്ന പദ്ധതികളായാലും വ്യത്യസ്തങ്ങളായ പ്രൊജക്റ്റുകളിലൂടെ സഹായിക്കുന്നു. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ടതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളുടെ ഒരു സംഘടനയുടെ ഭാരവാഹി എന്ന രീതിയിൽ നിരന്തരമായി ഞങ്ങൾ ഉന്നയിക്കുന്നതാണ് തൊഴിലുറപ്പ് രംഗത്തെ ഒരിടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctor's consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അമ്പലപ്പാട് ബാങ്ക് ആദരം 2025 സംഘടിപ്പിച്ചു. തെക്കുംകര അമ്പലപ്പാട്ട് സർവീസ് സഹകരണ ബാങ്കിലെ മെമ്പർമാരുടെ മക്കൾക്ക് 2024-25 അധ്യയന വർഷത്തിൽ SSLC +2 ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി അനുമോദിച്ചു. ബാങ്കിന്റെ കുണ്ടുകാട് ഹെഡ് ഓഫീസ് ഹാളിൽ നടന്ന ആദരം 2025 ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമല ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K. ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി ഫാദർ P. K. തോമസ്, ഭരണസമിതി അംഗങ്ങളായ ജേസൺ മാത്യു, വർഗീസ് വാഗിയിൽ, KR സന്ദീപ്, കുട്ടൻ മച്ചാട്, PV ഷാജി, ജെസി സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡയറക്ടർമാരായ ജോൺസൺ മല്ലിയത്ത് സ്വാഗതവും IA സബീല നന്ദിയും പറഞ്ഞു. ഒരു പത്രപ്രവർത്തകനായിരുന്നു. ഒരു പത്രം അദ്ദേഹമായിട്ട് സ്ഥാപിച്ചു, ദീനബന്ധു എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതി അത് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡിന് അർഹമായി. പിന്നെ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് പല പുസ്തകങ്ങളും ഇംഗ്ലീഷിൽ നിന്ന്. അശോക് മാത്ര എഴുതിയ ഒരു പുസ്തകം, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പുസ്തകം അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ VR കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ യൗവനം നാടിൻ്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക്. സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 9ാമത് രാമായണ ഫെസ്റ്റ് 2025 ഓഗസ്റ്റ് 10 നടക്കും. തൃശൂർ തിരുവമ്പാടി കൺവെൻഷൻ സെന്ററിലെ നന്ദനം ഹാളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെയാണ് ഫെസ്റ്റ് നടക്കുക. ചടങ്ങിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വാൽമീകി പുരസ്കാരം സമ്മാനിക്കും. രാമായണ ക്വിസ്, രാമായണ പാരായണ മത്സരം, രാമായണ ഫാഷൻ ഷോ, രാമായണ സംഘനൃത്തം തുടങ്ങി വിവിധ പരിപാടികളും P. ജയചന്ദ്രൻ മ്യൂസിക് ലൈറ്റും ഫെസ്റ്റിനോടനുബന്ധിച്ച് നടക്കും. കേരളത്തിലെ സാംസ്കാരിക വിശിഷ്ട വ്യക്തിത്വങ്ങൾ ജാതി വർഗ വർണ്ണ ചിന്തയ്ക്കെതിരെ അണിനിരക്കുന്ന ശബരി സൽക്കാര സദ്യയാണ് ഇത്തവണ രാമായണ ഫെസ്റ്റിന്റെ മുഖമുദ്ര എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. K. രാമകൃഷ്ണൻ, TC സേതുമാധവൻ, ശ്രീകുമാർ ആമ്പല്ലൂർ, A. രാമചന്ദ്രൻ, ശോഭ മുകുന്ദൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാർഗിൽ വിജയദിനത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തൃശൂർ അയ്യന്തോളുള്ള കാർഗിൽ വിജയസ്മാരകമായ അമർ ജവാനിൽ പുഷ്പാർച്ചന നടത്തി. മാതൃഭൂമിയുടെ രക്ഷയ്ക്കായി സ്വന്തം ജീവൻ തന്നെ സമർപ്പിച്ച അമരരായ നമ്മുടെ വീരസൈനികരെ ആദരപൂർവ്വം സ്മരിക്കാമെന്ന് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MT രമേശ് പറഞ്ഞു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു.
BJP ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ബാബു, കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനികൻ ഇനാശുവിന്റെ ഭാര്യ ഷിജി ഇനാശു, ടോണി ചാക്കോള, BJP സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് മേനോത്തുപറമ്പിൽ, പൂർണിമ സുരേഷ്, സുജയ് സേനൻ, സമ്പൂർണ്ണ MS, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരതയൂർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ റിക്സൺ ചെവിടൻ, മുരളി കോളങ്ങാട്ട്, റോഷൻ NR, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ, കൗൺസിലർ N പ്രസാദ്, മണ്ഡലം സെക്രട്ടറിമാരായ രതീഷ് കടവിൽ, ബിനീഷ് TB, ഭാഗീരഥി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മഴ കനക്കുന്ന സാഹചര്യത്തിൽ വാഴാനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കാൻ കൂടുതൽ വെള്ളം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. അധികൃതർക്ക് പരാതിയും നൽകി. ശക്തമായ മഴയിൽ വാഴാനി പുഴ നിറയുന്നതിന് മുൻപ് ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കണം. നിലവിൽ ചെറിയ അളവിൽ ജലം ഒഴുക്കി വിടുന്നുണ്ട്. കുറച്ചുകൂടി വലിയ അളവിൽ ഒഴുക്കി വിടണം. അങ്ങനെ ചെയ്താൽ ഡാമിലെ ജലനിരപ്പ് കുറയുകയും മഴ കനക്കുന്ന സമയത്ത് പുഴ നിറയുമ്പോൾ ഡാമിന്റെ ഷട്ടർ അടച്ച് വെള്ളം നിയന്ത്രിക്കാനും സാധിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. 2018-ലും 2024-ലും പുഴ നിറഞ്ഞൊഴുകുന്ന സമയത്ത് ഡാം തുറന്നത് വടക്കാഞ്ചേരി മേഖലയെ വെള്ളത്തിൽ മുക്കിയിരുന്നു. ആയിരക്കണക്കിന് വീടുകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും കേടുപാട് സംഭവിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. ഈ വർഷവും അത് സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്കും ഇറിഗേഷൻ അധികാരികൾക്കും കോൺഗ്രസ് സംഘം പരാതി നൽകി. DCC സെക്രട്ടറിയും കൗൺസിലറുമായ K അജിത് കുമാർ, ബിജു ഇസ്മായിൽ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ്, ശശി മംഗലം, ബാബുരാജ് കണ്ടേരി, സിദ്ദിഖ് മാറാത്തുകുന്ന്, അഡ്വക്കേറ്റ് ശ്രീദേവി എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി മേഖലയിൽ മഴ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഡാം തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളോട് ഇറിഗേഷൻ നിവേദനം കൊടുത്തിരുന്നു. അവരത് കളക്ടർക്ക് അയച്ചു. പക്ഷേ അനുമതി കിട്ടിയില്ല. അവസാനം ഓഗസ്റ്റ് അവസാനം പെയ്ത അതിശക്തമായ മഴയിൽ ഡാം നിറയുകയും പുഴ നിറയുകയും ചെയ്ത സമയത്ത് ഡാം തുറന്നുവിട്ട് വടക്കാഞ്ചേരി പ്രളയം ഉണ്ടാവുകയും ആയിരക്കണക്കിന് വീടുകളും ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ നശിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷെ ഇതിനൊന്നും ഒരു ആളുടെ കയ്യിൽ നിന്ന് സർക്കാരോ മറ്റ് ഏജൻസികളോ ഒന്നും നഷ്ടപരിഹാരം കൊടുക്കാനോ അവർക്കുണ്ടായ നഷ്ടത്തിൽ എന്തെങ്കിലും ചെയ്യാനോ ഒരു അവസ്ഥ ഉണ്ടായില്ല. അപ്പോൾ ഈ വർഷവും അതിവർഷം ഉണ്ടാവും ഓഗസ്റ്റിൽ എന്നുള്ള പ്രവചനം ഉള്ള സമയത്ത് വാഴാനി ഡാം കഴിഞ്ഞ വർഷത്തിന് വ്യത്യസ്തമായി 1.3 ഇപ്പോൾ തുറന്നുണ്ട്. ഇപ്പോൾ പുഴയിൽ പകുതി വെള്ളമാണുള്ളത്. ആ ഡാം ഒരു 2.5 എങ്കിലും ഉയർത്തിയാൽ പെയ്യുന്ന വെള്ളം അങ്ങനെ ഒഴുകി പോവുകയും മഴ കനക്കുന്ന സമയത്ത് ഡാം ക്ലോസ് ചെയ്തുകൊണ്ട് ഡാം തുറന്നു വിട്ടുണ്ടാവുന്ന പ്രളയം ഒഴിവാക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അതിന് ഞങ്ങളിന്ന് കളക്ടർക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങളിവിടെ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അവർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. സ്പിൽവേയുടെ അവിടെ വെള്ളം എത്താതിരിക്കാൻ കാരണം ഇപ്പോൾ തുറന്നു വിട്ടതുകൊണ്ടാണ്. അത് കുറച്ചുകൂടി തുറന്നു വിട്ടാൽ വടക്കാഞ്ചേരി മേഖലയിലെ കുടുംബങ്ങളും കച്ചവട സ്ഥാപനങ്ങൾക്കും വെള്ളപ്പൊക്കം തടയാനും അതുപോലെ അവരെ സുരക്ഷിതമാക്കാനും കഴിയും. വെള്ളം പൊന്തിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നടത്തുന്നേക്കാൾ നല്ലത് ആ വെള്ളം പൊങ്ങാതിരിക്കാനുള്ള മുൻകൂട്ടിയുള്ള അടിയന്തര സാഹചര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. തൃശൂർ തിരുവമ്പാടി ദേവസ്വത്തിന്റെയും ഭാഗവത യോഗം ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭാഗവത രസികൻ പ്രൊഫസർ V വൈദ്യലിംഗ ശർമ്മ അനുസ്മരണ ഭാഗവത വിചാര സത്രത്തിന് തൃശൂർ കൗസ്തുഭം ഹാളിൽ തുടക്കമായി. ഭാഗവത വിചാര സത്രത്തിന്റെ സമാരംഭ സഭ കൊളത്തൂർ അദ്വൈതാശ്രമം സ്വാമി ചിദാനന്ദപുരി മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം സ്വാമി സദ്ഭവാനന്ദ മഹാരാജ് അധ്യക്ഷത വഹിച്ചു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, ഭാഗവത യോഗം മാനേജിംഗ് ട്രസ്റ്റി മിഥുനപ്പള്ളി വാസുദേവൻ നമ്പൂതിരി, ജനറൽ കൺവീനർ CA ഹരിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവമ്പാടി ക്ഷേത്രം, കൗസ്തുഭം ഹാൾ എന്നിവിടങ്ങളിലായി ഓഗസ്റ്റ് 3 വരെ നടക്കുന്ന ഭാഗവത വിചാര സത്രത്തിന്റെ ഭാഗമായി 108 ആചാര്യന്മാരുടെ ഭാഗവതം പാരായണം, ഭാഗവത സംബന്ധമായ ചർച്ചകൾ, ഭാഗവത പ്രവചനം, നാമസങ്കീർത്തനം, നാമപ്രദക്ഷിണം എന്നിവ നടക്കും. ഗുരുവായൂർ ആസ്ഥാനമായ ഷാഡോ പബ്ലിക്കേഷൻസിന്റെ നേതൃത്വത്തിൽ 101 പേരുടെ പ്രകൃതിയും പ്രണയവും എന്ന കവിതാ സമാഹാരം ജൂലൈ 27 പ്രകാശനം ചെയ്യും. കോഴിക്കോട് നടക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ 10ാം ചരമ വാർഷിക ദിന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ PK ഗോപിയാണ് പുസ്തക പ്രകാശനം നിർവഹിക്കുക. കൂടാതെ ചടങ്ങിൽ ബ്രീസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സാഹിത്യ, കലാ, കായിക, ദൃശ്യമാധ്യമ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കും. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആശയങ്ങളും പ്രകൃതിക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാടുകളും മുൻനിർത്തി കുട്ടികൾ മുതൽ പ്രായമായവർ വരെ എഴുതിയതാണ് പ്രകൃതിയും പ്രണയവും എന്ന കവിതാ സമാഹാരത്തിലെ കവിതകളെന്ന്
ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രൊഫസർ നിർമ്മല പരമേശ്വരൻ, ഡോക്ടർ ബി ലൂയിസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കർഷക സർവകലാശാല പെൻഷൻകാരുടെ സമരം 37 ദിവസം പിന്നിട്ടു. തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ കാർഷിക സർവകലാശാല ഉടൻ പെൻഷൻകാർക്ക് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പെൻഷനേഴ്സ് ഫോറം നടത്തിവരുന്ന സത്യാഗ്രഹം 37ാം ദിവസം പിന്നിട്ടു. ഇന്നത്തെ സത്യാഗ്രഹം KAUE സംസ്ഥാന പ്രസിഡന്റ് NR സാജൻ ഉദ്ഘാടനം ചെയ്തു. സർവകലാശാല ഭരണം കുത്തഴിഞ്ഞ നിലയിലാണെന്നും സ്വജനപക്ഷപാതവും വിവേചനവും നടമാടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ രഞ്ജൻ S കരിപ്പായി അധ്യക്ഷത വഹിച്ചു. PM ശാരദ, VS സത്യശീലൻ, രമേശ് ചന്ദ്രൻ, B ഷിറാസ് എന്നിവർ സംസാരിച്ചു. VN ചന്ദ്രിക, NK മുരളീധരൻ, PM ശാരദ, VD ദീപ, ഡോക്ടർ S അസ്റ്റലീറ്റ, P മധുസൂദനൻ, AM മോഹൻ, രാധാകൃഷ്ണൻ എന്നിവർ സത്യാഗ്രഹമിരുന്നു. ഈ ആൾക്കാർ സർവകലാശാലയെ കുറിച്ച് യാതൊരു ചിന്തയില്ലെന്നുള്ളതാണ്. 50 ഏക്കറോളം ഭൂമി നമ്മുടെ റബ്ബർ വെട്ടാതെ ആയിട്ടുള്ള കാലങ്ങളായി. 50 ഏക്കർ ഭൂമി ഇവിടെ കിടപ്പുണ്ട് റബ്ബർ നീക്കുന്നു. ആ റബ്ബർ സ്ലോട്ടറിങ്ങിന് കൊടുത്താൽ തന്നെ അത് കുറേ 8 ലക്ഷങ്ങൾ കിട്ടും. ആ മരങ്ങൾ കൊടുത്താൽ ആ ഭൂമി എന്തെങ്കിലും കൃഷിക്ക് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ യൂണിറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റും? ഇതെന്തെങ്കിലും ചിന്തയുണ്ട്? കാർഷിക കോളേജിൽ 123 തൊഴിൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അതിശയിച്ചു പോയി. കാർഷിക കോളേജിൽ മാത്രം 123 തൊഴിലാളികളുണ്ട്. ഇപ്പോൾ 125ആയി. 125 തൊഴിലാളികൾ. അവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാനായിട്ട് അവിടെ ഒരു ഇതവും അവിടെ വരുന്നില്ല. അപ്പോൾ ഇവരെ ഇങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇങ്ങനെ വിട്ടിരിക്കുക. അവരെ പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ട് ഇവരെ കൂടി ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. കാർ തടഞ്ഞു നിർത്തിയ ആക്രമണം, നിരവധി ക്രിമിനൽ കേസിലെ പ്രതി അരവിന്ദ് റിമാൻഡിൽ. പ്രതിക്കെതിരെ മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഡോക്ടറുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതി അഭിനന്ദിന് വെള്ളിക്കുളങ്ങര, കൊടകര, ചാലക്കുടി, ചേർപ്പ്, ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനുകളായി നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ കൃഷ്ണൻ, GSPO വിബീഷ്, CPO സുരേഷ്, ഹോംഗാർഡ് ഷാജി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. സ്കൂൾ കുട്ടികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. പ്രതിയായ വിഷ്ണു പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ഒരു കേസിൽ പ്രതിയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, സബ് ഇൻസ്പെക്ടർ പ്രദീപ്, പ്രൊബേഷൻ SI വൈഷ്ണവ്, സിവിൽ പോലീസ് ഓഫീസർ സുജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി യുവാവിനെയും ജീവിത പങ്കാളിയെയും ആക്രമിച്ച കേസിൽ പ്രതി സജി റിമാൻഡിൽ. ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 9 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. സബ് ഇൻസ്പെക്ടർമാരായ ജോർജ് KP, പ്രസന്നകുമാർ, ജിഷ്ണു, CPOമാരായ ആഷിഖ്, മന്നാസ്, സുജീഷ് മോൻ എന്നിവർ കേസ് അന്വേഷിച്ച സംഘത്തിലുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ മലയോര പട്ടയമേള മരോട്ടിച്ചാൽ പള്ളി ഹാളിൽ റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്റ്റാഫ് ഫിക്സേഷൻ കഴിഞ്ഞുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ.
കോർപ്പറേഷൻ മാലിന്യ സംസ്കരണത്തിനായി പുറത്തിറക്കുന്ന 2 വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് മേയർ MK വർഗീസ് നിർവഹിച്ചു. കല്ലമ്പാറയിൽ ക്ഷീരവികസന സെമിനാറും കന്നുകാലി പ്രദർശനവും നടന്നു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.